എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് പ്രൊഫഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരിത്തമെറ്റിക് പ്രൊഫഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 4th വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതിൽ ദ സം ഓഫ് ദ തേർഡ് ആൻഡ് സെവൻത്ത് ടേം ഓഫ് എൻ AP ഈസ് 6 ആൻഡ് ദിയർ പ്രോഡക്റ്റ് ഈസ് 8. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 16 ടേംസ് ഓഫ് ദ AP. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സം ഓഫ് തേർഡ് ടേം സെവൻത്ത് ടേം. ടേം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ A3. സം ഓഫ് സെവൻത്ത് ടേം, 7 ടേംസ് എന്ന് പറഞ്ഞാൽ സെവൻത്ത് ടേം, അതായത് തേർഡ് ടേമിന്റെയും സെവൻത്ത് ടേമിന്റെയും സമ്മാണ് നമുക്ക് തന്നിട്ടുള്ളത് 6 എന്നുള്ളത്. അതുപോലെ തേർഡ് ടേമിന്റെയും 7th ടേമിന്റെയും പ്രോഡക്റ്റ് ആണ് 8. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 16 ടേംസ്, അതായത് S16 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ സം ഓഫ് തേർഡ് ടേമും 7th ടേമും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A+2D, അതായത് 3 - 1 × D എന്ന് പറയുന്നത് A+2D ആയി. അതുപോലെ ഇവിടെ A+6D ഈക്വൽ ടു 6, 2A + 8D ഈക്വൽ ടു 6. പിന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ A+4D ഈക്വൽ ടു 3. അപ്പൊ ഇതിൽ നിന്ന് A ഈക്വൽ ടു 3 - 4D. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ A3 × A7, അതായത് A+2D × A+6D ഈക്വൽ ടു 8. ഇതില് നമുക്ക് എന്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3 - 4D എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 3 - 4D + 2D × 3 - 4D + 6D ഈക്വൽ ടു 8. അപ്പൊ 3 - 4D + 2D എന്നുള്ളത് 3 - 2D ആയി. 3 - 2D × ഇത് 3 - 4D + 6D എന്തായി? 3 + 2D ആയി ഈക്വൽ ടു 8. അപ്പൊ ഇത് A+B × A - B. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? 3² - 2D² ഈക്വൽ ടു 8. അപ്പൊ ഇവിടെ 9 - 4D² ഈക്വൽ ടു 8. ഇനി നമുക്ക് ഇപ്പൊ ഇവിടെ 4D² എന്ന് പറയുന്നത് എന്ത് കിട്ടും? 9 - 8. അപ്പൊ D² എന്ന് പറയുന്നത് 1/4. D² 1/4 ആണെങ്കിൽ D എന്ന് പറയുന്നത് ±1/2. അതായത് ഡിക്ക് ഇവിടെ നമുക്ക് 2 വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ എയും ഡിയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതില് ആദ്യം ഡിക്ക് പോസിറ്റീവ് 1/2 എടുത്തിട്ട് എന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ S16 കണ്ടുപിടിക്കുക. അതുപോലെ രണ്ടാമത് D -1/2 എടുത്തിട്ട് നമുക്ക് ഡിക്ക് പോസിറ്റീവ് സൈൻ വരാം, നെഗറ്റീവ് സൈൻ വരാം, 0 ആവും. അതുകൊണ്ട് 2 വാല്യൂ എടുത്തിട്ട് S16 നമ്മൾ കണ്ടുപിടിക്കണം. എയും അതുപോലെ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ നമുക്ക് D +1/2 എടുത്തു കഴിഞ്ഞാൽ എ എത്രയാ കിട്ടുക എന്നുള്ളത് നോക്കാം. എ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ A ഈക്വൽ ടു 3 - 4D ആണ്. അപ്പൊ അതില് D 1/2 നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ A എന്ന് പറയുന്നത് എത്ര കിട്ടുക? 3 - 4 × 1/2. 4 × 1/2 2 ക്യാൻസൽ ആയി. 3 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പൊ D 1/2 എടുക്കുമ്പോൾ നമുക്ക് A എന്ന് പറയുന്നത് 1 കിട്ടി. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? S16 ഈക്വൽ ടു 16/2 × 2A 2 × 1 പ്ലസ് 16 - 1 × D എന്ന് പറയുന്നത് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ 8 × 2 പ്ലസ് ഇവിടെ 16 - 1 എന്ന് പറഞ്ഞാൽ 15/2. പിന്നെ നമുക്ക് ഷോർട്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ S16 എന്ന് പറയുന്നത് 8 × 2 × 2 4 പ്ലസ് 15 /2. അപ്പൊ ഈ 2 ഇതും ക്യാൻസൽ ആയി. 4 × 19 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 76. അപ്പൊ S16 നമ്മൾ D പോസിറ്റീവ് 1/2 എടുത്തപ്പോൾ നമുക്ക് 76 ആണ് കിട്ടിയത്. ഇനി D 2 വാല്യൂ ഉള്ളത് കൊണ്ട് അടുത്തത് D -1/2 എടുക്കുക. -1/2 എടുക്കുമ്പോൾ
ഡി ഈക്വൽ ടു -1/2. അപ്പോൾ എ എന്ന് പറയുന്നത് 3 - 4 ഇൻറ്റു -1/2. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ആയി, 3 + 2 ആയി. 3 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A5 ആണ് കിട്ടുന്നത്. A5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x16 ആണ്. S16 എന്ന് പറയുന്നത് 16/2 ഇൻറ്റു 2a പ്ലസ് 16 - 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇവിടെ -1/2. അപ്പോൾ ഡി -1/2 ആയി. അപ്പോൾ ഇവിടെ 8 ഇൻറ്റു 10 - 15/2. അപ്പോൾ നമ്മുടെ ആൻസർ 8 ഇൻറ്റു 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 20 - 15 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 20. അപ്പോൾ സം ഓഫ് 16 ടേംസ് എന്ന് പറഞ്ഞാൽ ഡി പോസിറ്റീവ് വാല്യൂ 1/2 ആണ് എടുക്കുന്നതെങ്കിൽ 76 കിട്ടുന്നത്. അതുപോലെ നെഗറ്റീവ് 1/2 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് S16 എന്ന് പറയുന്നത് 20 ആണ് കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങൾ 3rd ടേമിൻ്റെയും 7th ടേമിൻ്റെയും സമ്മാണ് തന്നിട്ടുള്ളത്. അതായത് A3 + A7 ആണ് 6 എന്ന് തന്നിട്ടുള്ളത്. പിന്നെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആണ് നമുക്ക് 8 തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ ഇക്വേഷന് A കിട്ടും. A3 - 4D എന്നുള്ളത് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡീൻ്റെ വാല്യൂ ആണ്. ഡി ഇവിടെ 2 വാല്യൂ കിട്ടുന്നത് കൊണ്ട് A 2 വാല്യൂ ഉണ്ടാവും. അതുപോലെ S16 എന്നുള്ളത് സം ഓഫ് 16 ടേംസ് ആണ് നമുക്ക് കാണേണ്ടത്. അതിനും 2 വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Second question, the ratio of the, that is, if the ratio of the sums of, if the ratio of the sums of first n terms of 2 APs is 7n plus 1 is to 4n plus 27. 4n plus 27. Find the ratio of their mth term. Find the ratio of their mth term. അതായത് if the ratio of the sums of first n terms of 2 APs ആണ് 7n plus 1 is to 4n plus 27. Find the ratio of their mth term ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അപ്പോൾ 2 AP ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ അതായത് ലെറ്റ് 2 AP ഉള്ളതുകൊണ്ട് സ്മോൾ a ആൻഡ് ക്യാപിറ്റൽ AB the first term ആയിട്ട് എടുക്കുക. And D and capital D be common difference of 2 APs. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത് ഇവിടെ. അതായത് 2 AP ഉള്ളത് കൊണ്ട് ആദ്യത്തെ APൻ്റെത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A ആയിട്ട് എടുത്ത് അതിൻ്റെ കോമൺ ഡിഫറൻസ് സ്മോൾ d. അതുപോലെ ക്യാപിറ്റൽ A സെക്കൻഡ് APൻ്റെത് ഫസ്റ്റ് ടേം ക്യാപിറ്റൽ A ആയിട്ട് എടുത്ത് കോമൺ ഡിഫറൻസ് ക്യാപിറ്റൽ D ആയിട്ട് എടുത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഇഫ് ദ റേഷ്യോ ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആണ്. ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SN. ഒന്നിന് SN എന്ന് എഴുതി, മറ്റൊന്നിന് നമ്മൾ S' n എന്ന് എഴുതി. അതായത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുമ്പോൾ n/2 ഇൻറ്റു 2a പ്ലസ് n - 1 ഇൻറ്റു d ആദ്യത്തെ APയുടെ. സെക്കൻഡ് APയുടേത് n/2 ഇൻറ്റു 2 ക്യാപിറ്റൽ A പ്ലസ് n - 1 ഇൻറ്റു ക്യാപിറ്റൽ D. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2a പ്ലസ് n - 1 ഇൻറ്റു d ഡിവൈഡ് ബൈ 2a പ്ലസ് n - 1 ഇൻറ്റു ക്യാപിറ്റൽ D. അത്രയും കിട്ടി. അതിൽ ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഹോൾ ഇക്വേഷൻ മുകളിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ a പ്ലസ് n - 1/2 ഇൻറ്റു d വരും. ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസലായി. അതായത് 2a/2 പ്ലസ് n - 1
ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഡിനോമിനേറ്ററിലും 2a ഡിവൈഡ് ബൈ 2 പ്ലസ് n മൈനസ് 1 ഹോൾ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഇതിൽ 2 ക്യാൻസൽ ആയിട്ട് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി വരും. ഡിനോമിനേറ്ററിൽ ക്യാപിറ്റൽ A പ്ലസ് n മൈനസ് 1 ബൈ 2 ഇൻറ്റു ഡി. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഈക്വൽ ടു, അതായത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നത് അതിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. 7n പ്ലസ് 1 ഡിവൈഡ് ബൈ 4n പ്ലസ് 27. ഇത് നമുക്ക് ഗിവൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. സം ഓഫ് ഫസ്റ്റ് if the sum of first n terms of 2AP 7n plus 1 is to 4n plus 27. അതായത് ആദ്യത്തെ AP 4n plus 1, രണ്ടാമത്തെ AP ഉള്ളത് 4n plus 27. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ n മൈനസ് 1 ബൈ 2വിനെ നമ്മൾ m മൈനസ് 1 എടുക്കും. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അതായത് n മൈനസ് 1 ബൈ 2 ഈക്വൽ ടു m മൈനസ് 1. അപ്പോൾ ഇവിടെ n മൈനസ് 1 ബൈ 2വിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ m മൈനസ് 1, നമുക്ക് mth ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ n മൈനസ് 1 ബൈ 2 ഈക്വൽ ടു m മൈനസ് 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? n എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. n കിട്ടാൻ വേണ്ടി n മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു m മൈനസ് 1. അപ്പോൾ ഇവിടെ n മൈനസ് 1 ഈക്വൽ ടു 2m മൈനസ് 2. അതായത് n ഈക്വൽ ടു 2m മൈനസ് 2, ഈ മൈനസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 1, അതായത് 2m മൈനസ് 1 ആണ് n. അപ്പോൾ നമ്മൾ എന്നിൻ്റെ പ്ലേസിൽ 2m മൈനസ് നമ്മൾ n മൈനസ് 1 ബൈ 2 ഈക്വൽ ടു m മൈനസ് 1 എടുത്തു. m മൈനസ് 1 എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്ലേസിൽ നമ്മൾ m മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷെ ഇവിടെ എന്തുണ്ട്? n ഉണ്ട്. അപ്പോൾ ആ n കിട്ടാൻ വേണ്ടി ഇതിൽ നിന്ന് n മൈനസ് 1 ഈ 2 കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് n കണ്ടുപിടിക്കുക. അത്രയും ചെയ്യുന്നുള്ളൂ. n മൈനസ് 1 ഈക്വൽ ടു 2m മൈനസ് 2, n ഈക്വൽ ടു ഈ മൈനസ് 1 ഇപ്പുറത്തേക്ക് വരും പ്ലസ് 1 ആയി 2m മൈനസ് 1. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് mth ടേം ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതായത് a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ A പ്ലസ് m മൈനസ് 1 ഇൻറ്റു ക്യാപിറ്റൽ D ഈക്വൽ ടു എന്ത് കിട്ടും? 7 ഇൻറ്റു 2m മൈനസ് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 2m മൈനസ് 1 പ്ലസ് 27. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. അതായത് n മൈനസ് 1 ബൈ 2 എന്നുള്ളത് m മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ എന്നിൻ്റെ പ്ലേസിൽ n നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 2m മൈനസ് 1. ആ 2m മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 7n പ്ലസ് 1 ഡിവൈഡ് ബൈ 4n പ്ലസ് 27 ആണുള്ളത്. ആ എന്നിൻ്റെ പ്ലേസിൽ 2m മൈനസ് 1 രണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇനി ഷോർട്ട് ആക്കി കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഷോർട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി. നമ്മൾ an എങ്ങനെയാണ് എഴുതുക? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതുപോലെ ഇവിടെ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? am ഡിവൈഡ് ബൈ am ഈക്വൽ ടു, ഇനി ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 14m മൈനസ് 7 പ്ലസ് 1 ഡിവൈഡ് ബൈ 8m മൈനസ് 4 പ്ലസ് 27. അപ്പോൾ നമുക്ക് mth ടേമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ടു 14m മൈനസ് 6 ഡിവൈഡ് ബൈ ഇവിടെ 8m പ്ലസ് 23. 8m പ്ലസ് 23. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് റേഷ്യോ. അതായത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദിയർ mth ടേം ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. അപ്പോൾ mth ടേം എന്ന് പറയുന്നത് ഇതിനെ ഷോർട്ടാക്കി കൊണ്ടുവന്നാൽ കിട്ടുന്നത് തന്നെ mth ടേം. ഈ ഭാഗം നമുക്ക് mth ടേം കിട്ടി. അപ്പോൾ ഇവിടെ 14m മൈനസ് 6 ബൈ 8m പ്ലസ് 23. ഇതിൽ ഇത്രയേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്ത് ഇതിന്റെ റേഷ്യോ ആണ്, അതായത് ഇഫ് ദ റേഷ്യോ സം ഓഫ് ഫസ്റ്റ് n ടേംസ് 2AP-ന്റെ n ടേംസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. 7n പ്ലസ് 1ഉം 4n പ്ലസ് 27 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 2 AP ഉള്ളത് കൊണ്ട് ആദ്യത്തെ AP-ന്റെ ഫസ്റ്റ് ടേം സ്മോൾ a ആയിട്ട് എടുത്ത് അതുപോലെ
സ്മോൾ ഡി അതിൻ്റെ കോമൺ ഡിഫറൻസ്. രണ്ടാമത്തെ എ പിയുടെ ഫസ്റ്റ് ടേം ക്യാപിറ്റൽ എയും കോമൺ ഡിഫറൻസ് ക്യാപിറ്റൽ ഡി ആയിട്ട് എടുത്ത്. അപ്പോൾ അതിൻ്റെ nth ടേം നമ്മൾ എഴുതി. nth ടേം എന്ന് പറയുന്നത് n/2 × 2a + n-1 × d. രണ്ട് ഇതിലും എഴുതി. അതിനുശേഷം ഹോൾ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a + n-1/2 × d. അത് ഏതിന് ഈക്വൽ ആണ്? 7n + 1 / 4n + 27. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണം. അതായത് n-1/2 എന്ന് പറയുന്നത് m-1 എടുക്കാൻ വേണ്ടി ഓർമ്മിക്കുക. അതിൽ നിന്ന് ഇവിടെ n-1/2 ഉള്ള പ്ലേസിലെല്ലാം നമ്മൾ എന്ത് കൊടുത്ത്? m-1 കൊടുത്ത്. അതുപോലെ ഇതിൽ നിന്ന് n എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. n എന്ന് പറയുന്നത് 2m-1 ആണ്. അപ്പോൾ അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഷോർട്ടാക്കി കൊണ്ടുവന്നാൽ മതി. ഇത്രയും അതിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if Sn denotes the sum of first n terms of an AP. If Sn denotes the sum of first n terms an AP, prove that S12 equal to 3 into S8 minus S4. അതായത് prove that S12 equal to 3 into S8 minus S4 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ Sn denotes the sum of first n terms of an AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? Sn equal to n/2 into 2a plus n-1 into d. ഇതാണ് നമ്മുടെ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത് S12 equal to 3 into S8 minus S4 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് S12 കണ്ടുപിടിക്കാം. S12 കണ്ടുപിടിക്കും നമ്മൾ എന്ത് ചെയ്യും? എന്നിൻ്റെ പ്ലേസിലെല്ലാം 12 കൊടുക്കും. അതായത് 12/2 into 2a plus 12 minus 1 into d. അപ്പോൾ ഇവിടെ നമുക്ക് 6 into 2a plus 11d എന്ന് കിട്ടും. 6 into 2a plus 11d. അതായത് 12a plus 66d എന്നുള്ളതാണ് കിട്ടുന്നത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് S8 എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. S8 എന്ന് പറയുന്നത് 8/2 into 2a plus 8 minus 1 into d. അപ്പോൾ ഇവിടെ 4 into 2a plus 7d. അപ്പോൾ അതിനെ നമ്മൾ ഷോർട്ടാക്കുന്ന സമയം 8a ഷോർട്ടാക്കിൽ 4ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ 8a plus 28d എന്ന് കിട്ടി. അതാണ് നമ്മുടെ S8. ഇനി എന്താണ് വേണ്ടത്? S4. S4 എന്ന് പറയുന്നത് 4/2 into 2a plus 4 minus 1 എന്ന് പറയുമ്പോൾ 3d. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ആയി. 4/2 എന്ന് പറയുമ്പോൾ 2 ആയി. 2 into 2a എന്ന് പറയുന്നത് 4a. 2 into 3d എന്ന് പറയുന്നത് 60. 4a plus 60 ആണ് S4 കിട്ടുന്നത്. നമുക്ക് ഇനി S8 minus S4 കണ്ടുപിടിക്കുക. S8 minus S4 എന്ന് പറയുന്നത് S8 എത്രയായിരുന്നു? 8a plus 28d minus 4a plus 6d. അപ്പോൾ ഇതിൽ 8a plus 28d minus 4a minus 6d. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് 4a plus 22d. S8 minus S4 4a plus 22 എന്നാണ് കിട്ടുന്നത്. S8 minus S4 കിട്ടി. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതിനെ ഇൻറ്റു 3 ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 into S8 minus S4 എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക? ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 12a പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 66d. അപ്പോൾ നമ്മൾക്ക് ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. S12 ഈക്വൽ ടു, അതായത് S12 എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 12a plus 66d. അത് തന്നെയാണ് ഇതിലും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഫ്രം 1 and 2. ഇത് നമ്മൾ 1 കൊടുത്ത് ഇപ്പോൾ കിട്ടുന്നതിന് നമ്മൾ 2 കൊടുത്ത്. ഫ്രം 1 and 2 S12 equal to 3 into S8 minus S4. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തതാണ്.
ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എസ് എൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. n/2 × 2a + n - 1 × d. അതിൽ S12 എന്നിൻ്റെ പ്ലേസിൽ 12 കൊടുക്കുക, അപ്പോൾ S12 കിട്ടും. അതുപോലെ S8 കണ്ടുപിടിക്കുക. S8 എന്ന് പറയുന്നത് എന്നിൻ്റെ പ്ലേസിൽ 8 കൊടുക്കുക, എന്നിട്ട് ഷോർട്ട് ആക്കി കൊണ്ടുവരിക. അതുപോലെ S4 എന്ന് പറയുന്നതും കണ്ടുപിടിക്കുക. എന്നിട്ട് S8 - S4 ചെയ്തിട്ട് അതിന് × 3 ചെയ്യുക. അപ്പോൾ ആ കിട്ടുന്ന ആൻസറും S12 സെയിം ആയിട്ട് വരും നമുക്ക്. ഫ്രം 1 × S12 = 3 × S8 - S4 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, find the sum of n terms of the series. Find the sum of n terms. ഇവിടെ 4 - 1/n plus 4 - 2/n plus 4 - 3/n പ്ലസ് ഇങ്ങനെയാണ് നമ്മൾ ഇത് തന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ സം ഓഫ് n ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് സം ഓഫ് n ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് SN ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് 4 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യത്തിൽ. അതായത് 4 + 4 n ടേംസ്. അടുത്തത് പ്ലസ് -1/n -2/n -3/n n ടേംസ്. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് SN ആണ് കണ്ടുപിടിക്കുന്നത്. 4 + 4 + 4 n ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി ഷോർട്ടാക്കാം. അതായത് 4 + 4 + n ടേംസ് പ്ലസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ്, അതായത് ഈ മൈനസ് സൈന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ -1/n പുറത്തേക്ക് എടുക്കുക. -1/n പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, ഉള്ളിൽ 1 + 2 + 3n. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് കാണുക. അതായത് ഫോർത്ത് ഇവിടെ ഇതിൻ്റെ SN എന്ന് പറയുന്നത്, ഇവിടെ D കോമൺ ഡിഫറൻസ് 0 ആണ്. കോമൺ ഡിഫറൻസ് 0 ആവുമ്പോൾ നമുക്ക് എന്ത് വരും, n/2 × 2a. 2a എന്ന് പറയുമ്പോൾ 2 × 4 വരും. ഇവിടെ 2 × 4, അതായത് D 0 ആയി പോകും. D 0 ആയി പോകുമ്പോൾ നമുക്കത് 4n ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ 4 + n ടേംസ് എന്നുള്ളത് ഇങ്ങനെ എഴുതിയാൽ മതി. 4n എഴുതുക. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 4n. അതായത് അവിടെ D 0 ആണ്, കോമൺ ഡിഫറൻസ് ഇല്ല. D 0 ആവുമ്പോൾ n - 1 × D ഇല്ല. അപ്പോൾ n/2 × 2a. 2a എന്ന് പറയുന്നത് 2 × 4 8. അത് ഷോർട്ട് ആക്കുമ്പോൾ നമുക്ക് 4n ആണ് വരുന്നത്. -1/n × ഇത് സം, അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ നമ്മൾ പഠിച്ചിട്ടുണ്ട്. SN = n × n + 1/2. അപ്പോൾ ഇതിൽ 1/n × n × n + 1/2. അപ്പോൾ ഇവിടെ n ക്യാൻസൽ ആവും. അപ്പോൾ 4n - n + 1/2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 4n - n + 1/2 ഇതിനെ നമുക്ക് LCM എടുക്കാം. LCM എടുക്കുമ്പോൾ ഇത് 8n. 8n മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, -n - 1/2. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 7n - 1/2. സം ഓഫ് ഫസ്റ്റ്, അതായത് സം ഓഫ് n ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ചെയ്ത് അത്രേ ഇതിലുള്ളൂ, വേറെ കാര്യം. അതായത് 4 + 4 + 4 അത് n ടേംസ്, പ്ലസ് ഇവിടെ -1/n -2/n -3/n അത് n ടേംസ് വരും. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് 4n. അതുപോലെ ഇതിൽ നമ്മൾ -1/n എല്ലാത്തിൽ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് പുറത്തേക്ക് എടുത്ത് ബ്രാക്കറ്റിൽ 1 + 2, അതായത് നാച്ചുറൽ നമ്പർ കിട്ടും. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n × n + 1/2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കി കൊണ്ടുവരിക ചെയ്തത്. 7n - 1/2 കിട്ടി. അപ്പോൾ ഇനി ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 5th question. The sum of
ഇത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ഫസ്റ്റ് 7 terms, sum of first 7 terms of an AP is 63. Sum of first 7 terms of an AP is 63 and sum of its next 7 terms and sum of its next 7 terms. Sum of its next 7 terms is 161. Find 28th term of the AP. Find 28th term of the AP. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ അതായത് സം ഓഫ് ഫസ്റ്റ് 7 terms of an AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? S7 equal to 63. ഇനി സം ഓഫ് ഇറ്റ്സ് നെക്സ്റ്റ് 7 terms, അതായത് 7 terms കഴിഞ്ഞിട്ട് അടുത്ത 7 termsന്റെ സമ്മാണ് എത്ര എന്ന് തന്നിട്ടുള്ളത്? 167. സം ഓഫ് നെക്സ്റ്റ് 7 termsന്റെ സമ്മാണ് എത്ര? 161. അപ്പോൾ നമുക്ക് S14 അതായത് ഫസ്റ്റ് 1 to 7 termsന്റെ സമ്മാണ് എത്ര എന്ന് തന്നിട്ടുള്ളത്? 63 എന്ന് തന്നിട്ടുള്ളത്. 3 termsന്റെ സമ്മ് 63. ഇനി 7ന് ശേഷമുള്ളത് 14 വരെയുള്ളതിന്റെ സമ്മാണ് 161. അപ്പോൾ S14 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? S14 സം ഓഫ് ഫസ്റ്റ് 14 terms എന്ന് പറയുന്നത് ഇത് പ്ലസ് ഇത് വരും. 63 പ്ലസ് 161. അതായത് ആദ്യത്തെ 7 termsന്റെ സമ്മ് 63, നെക്സ്റ്റ് 7 termsന്റെ സമ്മാണ് 161. അപ്പോൾ സം ഓഫ് 14 terms നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? 63 പ്ലസ് 161. അപ്പോൾ ഇവിടെ 224. S14 എന്ന് പറയുന്നത് 224. ഇപ്പൊ ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടും, ഇതിൽ നിന്നും ഒരു ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷനും സോൾവ് ചെയ്തിട്ട് എയും ഡിയും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഫൈൻഡ് 28th terms of the AP ആണ് കണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എഴുതിയത്. അതായത് ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 7 terms of an AP തന്നിട്ടുണ്ട്, പിന്നെ നെക്സ്റ്റ് 7 terms of an AP ആണ് തന്നിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 7 terms എന്ന് പറയുന്നത് 7/2 into 2a plus 7 minus 1 6b equal to 63. അപ്പോൾ 2a plus 6b equal to 63 into 2 divided by 7. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 18. 2a plus 6b equal to 18. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 2a plus 6b equal to 18. ഇനി സെക്കൻഡ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? S14 അതായത് 14/2 into 2a plus 14 minus 1 3d 14 minus 1 13d 13d equal to 224. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് 7 ആയി. 7നെ ഇപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. 2a plus 13d equal to 224 divided by 7. 7 3s are 21, 42. അപ്പോൾ 2a plus 13d equal to 32 കിട്ടി. അപ്പോൾ 2 ഇക്വേഷൻ ആയി ഇവിടെ. ഇതിന് രണ്ടിനെയും നമുക്ക് സോൾവ് ചെയ്തിട്ട് 28th term A28 ആണ് നമുക്ക് കാണേണ്ടത്. A28 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേത് നമ്മുടെ ഇക്വേഷൻ 2a plus 6d 2a plus 6d equal to 80. രണ്ടാമത്തെ ഇക്വേഷൻ 2a plus 13d 2a plus 13d equal to 32. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് -7d equal to വരും 32ന്ന് 18 മൈനസ് ചെയ്യുക -14. അപ്പോൾ d എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 2 ആണ് കിട്ടുന്നത്. d2 കിട്ടിക്കഴിഞ്ഞാൽ a എന്ന് പറയുന്നത് അതിന് ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 2a plus 6 into 2 equal to 18. 2a equal to 18 minus 12. a equal to 3. d2ഉം a3യും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A28 കണ്ടുപിടിക്കണം. A28 എന്ന് പറയുന്നത് a plus അതായത്
3 plus 28 minus 1 into 2. 3 plus 27 into 2. 3 plus 54. അപ്പോൾ 57. അപ്പോൾ അതിൻ്റെ ആൻസറായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.